ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ആശ്രമം ഗ്രൗണ്ടിലേക്ക് വന്നേക്കാണ്. ഇവിടെ ഇനി നമ്മൾ ഒരു ഫെസ്റ്റും കൂടെ കാണാനുള്ളൂ. ബാക്കി 2 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ സാന്താക്ലോസിൻ്റെ മാത്രമായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതിനുള്ളിൽ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇനി ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ പരിപാടിക്ക് ഒരു പേരുണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഈ തപ്പി തപ്പി നിൽക്കുന്നത്. ഇവിടെ എങ്ങും ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് വേൾഡ് ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ എന്നുള്ള ബോർഡ് കണ്ടത്. നമുക്കിനി ഉള്ളിലേക്ക് പോവാം. അപ്പോൾ അതാണ് ഞാൻ മറന്നുപോയത് ഇൻട്രോയിൽ പറയാനും. അപ്പോൾ ഇവിടുത്തെ പെർ ഹെഡ് ടിക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ അത് ഫസ്റ്റ് കാണുന്നത് ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല 2-3 AC ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചൂടത്തുനിന്ന് അകത്ത് തണുപ്പിലേക്ക് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്ക്. കാരണം എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്, അവിടെ നിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം ചൂട്, പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലൊരു പ്ലേസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ തന്നെ ഒരു ആർട്ടിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ പോയൊരു ഫീലൊക്കെ വരുന്നുണ്ട്. ആ തണുപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാന്താക്ലോസിൻ്റെ സ്റ്റാച്യൂസ്, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ നമ്മളും എടുത്തു. അപ്പോൾ അറ്റ് എ ടൈം ആശ്രമത്ത് 3-4 ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേരും വേൾഡ് ടാളസ്റ്റ് ക്രിസ്മസ് ട്രീയുടെ ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് നമ്മൾ അതിനുള്ളിൽ എന്താണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലായിടവും കാണുന്ന കുറേ സ്റ്റാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുമ്പോൾ പിന്നെ ഫുഡിൻ്റെ പ്രത്യേകം ഒരു പോപ്കോണും അങ്ങനത്തെ കുറേ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന, അതുപോലെ ജ്യൂസ്, അങ്ങനത്തെ കുറച്ച് ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ ഡയറക്റ്റ് ചെല്ലുന്നത് ഈ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഷോ ടൈമുണ്ട്. നമുക്ക് എപ്പോഴും ഈ ഒരു ഷോ ഒന്നുമില്ല. ഒരു 3 ടൈംസ് ആണ് ഷോ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്താണ് പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു കുതിരക്കുട്ടനുണ്ട്, നമുക്ക് വേണമെങ്കിൽ സവാരിയൊക്കെ ചെയ്യാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിന് തൊട്ട് നിയറസ്റ്റ് ആയിട്ട് തന്നെ 2 പുൽക്കൂടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രീതിയിൽ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്രിസ്മസിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫെസ്റ്റാണ്. പക്ഷേ എനിക്കിപ്പോഴാണ് വരാൻ പറ്റിയത്. ക്രിസ്മസിന് മുമ്പേ വരേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇതിന് നിയറസ്റ്റ് ആയിട്ട് വേറൊരു പ്ലേസിലും ഇതുപോലെ നല്ലൊരു പുൽക്കൂട് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ മെയിനായിട്ടും കാണാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഭാഗത്തേക്ക് പോവാം. അവിടെ അതിന് ഫ്രണ്ടിലായിട്ട് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ കുറേ കൊച്ചു കുട്ടികളൊക്കെ പെർഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും പെർഫോം ചെയ്യാം. ഡാൻസോ പാട്ടോ ഏതാണെന്ന് വെച്ചാൽ പെർഫോം ചെയ്യാവുന്നതാണ്. ആ ഒരു ഷോർട്ട് ടൈമിൽ മാത്രമേ അവരുടെ പെർഫോമൻസ് വരുന്നുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ തന്നെ നമുക്കൊക്കെ വേണമെങ്കിൽ പെർഫോം ചെയ്യാം. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ 2 സീറ്റ് തപ്പിയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫ്രണ്ടിൽ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സീറ്റ് കിട്ടി. ഇനി നമുക്ക് പെർഫോമൻസ് കാണാം. ഈ സ്റ്റേജിൻ്റെ ബാക്കിലായിട്ടാണ് ഈ വലിയൊരു ട്രീ വരുന്നത്. മാത്രമല്ല അവിടെ തന്നെ പ്രൊഫഷണൽ ഡാൻസേഴ്സിൻ്റെ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ ഇനി ഏകദേശം ഷോ ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 8:30 ആ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് പെർഫോമൻസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ 8:45 ഇനി ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രീയുടെ ഒരു ഷോ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ട്രീയിലെ ഓരോ പോർഷനിലും ഒരുപാട് സാന്താക്ലോസ് വരും. അതുപോലെ തന്നെ ഫിക്സഡായിട്ട് അവിടെ ഒരുപാട് ഡമ്മി സാന്താക്ലോസും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അല്ലാതെ സാന്താക്ലോസും ആ ഒരു ഏരിയയിലേക്ക് വന്ന് എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം കണ്ടില്ലേ, സ്റ്റേജിലും കുറേ സാന്താക്ലോസ് എല്ലാം വന്ന് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവരുടെ പെർഫോമൻസ് ആണ്. ഒരു 10-15 മിനിറ്റ് വരുന്നൊരു പെർഫോമൻസ് ആണ്. ഇവരുടെ ഡാൻസ് പെർഫോമൻസ് മാത്രമാണ് ശരിക്കും ഉള്ളത്. ശരിക്കും ഡാൻസിങ് ക്രിസ്മസ് ട്രീ എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീയും ഡാൻസ് ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കുറേ പോർഷനിൽ സാന്താക്ലോസ് നിന്ന് ഡാൻസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ.
അതുകൊണ്ട് ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷനിലൊന്നും വരണ്ട. പിന്നെ പെർ ഹെഡ് 100 റുപ്പീസ് എന്നുള്ളത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിന് വേണ്ടുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. എനിക്കങ്ങനെ തോന്നിയതുമില്ല. ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റേജ് ഉണ്ട്. ഇങ്ങനെ അവർക്ക് ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ പറ്റിയ ഒരു പ്ലേസ് മാത്രമാണ്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഡാൻസേഴ്സിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആശ്രമത്ത് ഈ ഒരു ഫെസ്റ്റും കൂടിയേ നമ്മൾ കാണാനുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പിന്നെ അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോടുകൂടി ആശ്രമത്തെ എല്ലാവിധ കലാപരിപാടികളും അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ ഫെസ്റ്റും തന്നെ ഞാൻ വ്ലോഗാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കലാശക്കോട്ടയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.